നമസ്തേ, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ GST ആക്ട് പ്രകാരം റിട്ടേൺസ് ഫയൽ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ പറയുന്നതാണ്. അതായത് പ്രത്യേകിച്ച് ഞാൻ റിയൽ എസ്റ്റേറ്റ് പേഴ്സൺസിനാണ് കൂടുതൽ ഇത് പറയുന്നത്, പക്ഷേ അതിനകത്ത് എല്ലാവരെയും ബാധകമായിട്ടുള്ള എല്ലാം പറയുന്നതാണ്. GST ആക്ട് പ്രകാരം നമുക്ക് 2 ടൈപ്പ് റിട്ടേൺ ആണ് ഉള്ളത്. 2 ടൈപ്പ് അല്ല, ഒരു ടൈപ്പ് റിട്ടേൺ നമുക്ക് രജിസ്ട്രേഷൻ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒന്ന്. സാധാരണ മന്ത്ലി റിട്ടേൺ ചെയ്യാൻ പറ്റുന്ന രീതി, അതായത് മന്ത്ലി നമ്മൾ റിട്ടേൺസ് ഫയൽ ചെയ്ത് പോകേണ്ടി വരും. പിന്നെ ഒന്ന് QRMP സ്കീം എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. ആ സ്കീമിൽ നമുക്ക് മന്ത്ലി അല്ല ക്വാർട്ടർലി നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും. ഈ QRMP സ്കീം നമുക്ക് 5 കോടി വരെ ടേൺ ഓവർ ഉള്ളൊരു വ്യക്തിക്ക് മാത്രമേ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേത് എല്ലാവർക്കും മന്ത്ലി റിട്ടേൺ അഡോപ്റ്റ് ചെയ്യാം. പക്ഷേ നമുക്കിപ്പം QRMP സ്കീമിലാണെങ്കിൽ 5 കോടിക്ക് താഴെയാണെങ്കിൽ ചെയ്യാം. QRMP സ്കീമിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ മന്ത്ലി നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് റിട്ടേൺസ് ഫയലിങ്ങിൻ്റെ ആ കോസ്റ്റ് വേണമെങ്കിൽ ആർക്കും കൊടുക്കുന്നുണ്ടെങ്കിൽ അതുണ്ടെങ്കിൽ ആ ഒരു പ്രക്രിയ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ക്വാർട്ടർലി മാത്രമേ നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. പക്ഷേ QRMP സ്കീമിലായാലും നമ്മൾ എല്ലാ മാസവും ടാക്സ് അടയ്ക്കണം. അതായത് നമുക്ക് എത്രയാണ്, ഒന്നുകിൽ നമുക്ക് എസ്റ്റിമേറ്റഡ് ബേസ് ആയിട്ട് നമുക്ക് ടാക്സ് അടയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് വരുന്ന ലയബിലിറ്റി എത്രയാണെന്ന് വെച്ചാൽ അത് അടച്ചേർക്കാം. ഫസ്റ്റ് 2 മന്ത്സ് ടാക്സ് അടയ്ക്കുക, 3rd മന്ത് നമ്മൾ എന്തായാലും ഇത് ചെയ്തത് ഏപ്രിൽ മുതൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏപ്രിൽ മെയ് ജൂൺ ഒരു ക്വാർട്ടർ ആ രീതിയിൽ അങ്ങനെ പോവുകയും ചെയ്യും. അങ്ങനെയാണ് QRMP സ്കീമിൻ്റെ വരുന്നത്. മന്ത്ലി റിട്ടേൺ പ്രകാരമാണെങ്കിൽ നമുക്ക് എല്ലാ മാസവും നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്ത് പോവാം. അപ്പോൾ ഇനി റിട്ടേൺസ് ഏതൊക്കെ ടൈപ്പാണ് ഉള്ളതെന്ന് വെച്ചാൽ മന്ത്ലി റിട്ടേണിൽ നമുക്ക് വരുന്നത് GSTR 1ഉം GSTR 3B ആണ്. ഇപ്പോൾ GSTR 1 എന്ന് വെച്ചാൽ നമുക്ക് സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പോൾ കോൺട്രാക്റ്റിലാണെങ്കിൽ നമ്മളെ കോൺട്രാക്ട് വാല്യൂ അങ്ങനെയൊക്കെ വരുന്നതാണ് GSTR 1 വരുന്നത്. GSTR 3B എന്ന് പറഞ്ഞാൽ ഒരു സമ്മറി ഓഫ് ദി റിട്ടേൺ ആണ്. അതിൽ നമുക്ക് ഇൻപുട്ട് എടുക്കുന്ന മറ്റും കാണിക്കാൻ പറ്റും. സോ GSTR 1 നമുക്ക് നമ്മുടെ എത്രയാണോ നമ്മുടെ ടേൺ ഓവർ, അല്ലെങ്കിൽ നമുക്ക് ആ മാസം നമ്മൾ ബില്ല് ചെയ്ത കാര്യങ്ങൾ, അതെല്ലാം നമ്മൾ ബിൽ നമ്പർ അടക്കം നമ്മളത് ചെയ്ത് പോകേണ്ടി വരും. B2B B2C എന്ന് പറഞ്ഞിട്ട് രണ്ട് കാറ്റഗറി ആയിട്ട് വെക്കുന്നുണ്ട്. B2B എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ഞാൻ ചെയ്യുന്ന രജിസ്റ്റേർഡ് ഡീലർ, ഞാൻ എക്സ് എന്നൊരു വ്യക്തി കൊടുക്കുന്ന അയാൾ രജിസ്റ്റേർഡ് ഡീലർ, അയാൾക്കും GST നമ്പർ ഉണ്ടെങ്കിൽ GST നമ്പറുള്ളവരാണ് രജിസ്റ്റേർഡ് ഡീലർ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് B2B സെയിൽസ് എന്ന് പറയും. അപ്പോൾ അതേസമയം സാധാരണ ഇപ്പോൾ കച്ചവടം ചെയ്യുമ്പോൾ ഞാനൊരു ബുക്ക് ഷോപ്പിൽ പോയിട്ട് ഒരു ബുക്ക് വാങ്ങുമ്പോൾ അവർ എനിക്ക് ബില്ലടിക്കുക ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈലിൽ പോയിട്ട് ഷർട്ട് വാങ്ങിക്കുമ്പോൾ അവരെനിക്ക് ബില്ലടിക്കും. അപ്പോൾ അവരെനിക്ക് രജിസ്ട്രേഷൻ ഉണ്ടോ ഇല്ലയോ നോക്കുന്നില്ല. അപ്പോൾ എനിക്ക് രജിസ്ട്രേഷൻ ഇല്ലാത്തൊരു വ്യക്തിക്ക് ബില്ലടിക്കും. അത് B2C ബില്ലാണ്. സോ B2Bയും B2Cയും ഇൻട്രസ്റ്റേറ്റ് ബില്ല് 2.5 ലക്ഷത്തിന് മുകളിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവോയ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും B2Bയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടാവണം. 2.5 ലക്ഷത്തിന് താഴെയാണെങ്കിൽ നമ്മൾ ഇൻവോയ്സ് വൈസ് ഒന്നും കാണിക്കേണ്ട, നമ്മൾ മൊത്തത്തിലൊരു എമൗണ്ട് നമുക്ക് കാണിച്ചാൽ മതിയാവും. അതാണ് റിട്ടേൺസ് ഫയൽ ചെയ്യുന്നതിൻ്റെ പ്രക്രിയ. GSTR 1 ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് അന്നേരം പൈസ നടക്കേണ്ട. പക്ഷേ ഒരു മാസത്തെ റിട്ടേൺ, ഇപ്പോൾ ഈ മാസത്തെ റിട്ടേൺ അടുത്ത മാസം 11-ാം തീയതിക്ക് മുമ്പായിട്ട് നമ്മൾ ഫയൽ ചെയ്തിട്ടുണ്ടാവണം. വേറെ QRMP സ്കീമിലാണെങ്കിൽ അത് 13-ാം തീയതിക്ക് മുമ്പ് ഫയൽ ചെയ്തിട്ടുണ്ടാവണം. അതായത് സാധാരണ മന്ത്ലി റിട്ടേൺ ആണെങ്കിൽ ഞാൻ ഈ മാസത്തെ റിട്ടേൺ, അതായത് ഇപ്പോൾ മാർച്ച് മന്താണ്, മാർച്ച് മന്തിൻ്റെ റിട്ടേൺ ഏപ്രിൽ 11th മുമ്പായിട്ട് നമ്മൾ ഫയൽ ചെയ്തിട്ടുണ്ടാവണം GSTR 1. അത് ഇലക്ട്രോണിക് പോർട്ടൽ ത്രൂ ആണ് നമുക്ക് ചെയ്യേണ്ടത്. അതേസമയം ഞാൻ QRMP സ്കീമിൽ, അതായത് 3 മാസം കൂടുമ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാനത് അടുത്ത മാസം, ഈ മാസത്തെ മാർച്ച് മാസത്തെ റിട്ടേൺ ഏപ്രിൽ 13 മുമ്പ് ഞാൻ റിട്ടേൺ ഫയൽ ചെയ്ത് തീർക്കണം. ഇനി റിട്ടേൺസ് ഫയൽ ചെയ്തില്ലെങ്കിൽ, GSTR 1 GSTR 3B ഫയൽ ചെയ്തില്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് 100 രൂപയാണ് പെനാൽറ്റി ആദ്യം നിശ്ചയിച്ചിരുന്നത്. ഇപ്പോൾ അത് ചുരുക്കിയിട്ട് ഒരു നിൽ റിട്ടേൺ, അതായത് റിട്ടേൺസ് ഒന്നും ഇല്ലെങ്കിൽ, ഇപ്പം എനിക്ക് കച്ചവടമൊന്നും ഇല്ലെങ്കിൽ അത് ഒരു ദിവസത്തേക്ക് 20 രൂപ എന്ന രീതിയിൽ വരുന്നുണ്ട്. മറ്റേത് കച്ചവടമുള്ള, അതായത് എനിക്ക് നിങ്ങൾ ടേൺ ഓവറുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് ഒരു ദിവസത്തേക്ക് 50 രൂപ വരുന്നുണ്ട്. അപ്പോൾ അതായത് ദിവസം പ്രതി അതൊരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ പെനാൽറ്റി കയറി വരുന്നതാണ്. പിന്നെ കൂടാണ്ട് നമുക്ക് ഇൻട്രസ്റ്റ് വരാനുള്ള സാധ്യത, നോട്ടീസ് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ സോ റിട്ടേൺസ് കൃത്യമായിട്ട് ഫയൽ ചെയ്യാം. കച്ചവടം ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ റിട്ടേൺസ് ഫയൽ ചെയ്യണമെങ്കിലും സംശയമാണ്. സോ കച്ചവടം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വൺസ് രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ റിട്ടേൺസ് ഫയൽ ചെയ്യണം. കച്ചവടമൊന്നും ഇല്ല, അതായത് ടേൺ ഓവറൊന്നും ഇല്ല, എനിക്ക് സെയിൽസ് ഒന്നും ഇല്ലെങ്കിലും ഞാൻ നിൽ റിട്ടേൺ ആയിട്ട് എനിക്ക് റിട്ടേൺസ് ഫയൽ ചെയ്യുക. അല്ലാത്ത പക്ഷം സെയിൽസ് ഉണ്ടെങ്കിൽ സെയിൽസിൻ്റെ ബേസിൽ ഫയൽ ചെയ്യുക. അത് 2.5 ലക്ഷം അതിൻ്റെ ബേസിൽ ഞാൻ ഇൻവോയ്സിൻ്റെ വിലകളും എല്ലാം കാണിക്കുക. ഇൻട്രസ്റ്റേറ്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റേറ്റിൻ്റെ ഇതും കാണിക്കുക. അതിലിപ്പോൾ ഞാൻ എന്തെങ്കിലും നോട്ട്സ് ഉണ്ടെങ്കിൽ ഡെബിറ്റ് നോട്ട്സിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുക. ആർക്കാണ് കൊടുത്തുള്ള ഡീറ്റെയിൽസ് കാണിക്കേണ്ടി വരും. റിവേഴ്സ് ചാർജ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് കാണിക്കേണ്ടി വരും. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം GSTR 3Bയിൽ നമ്മൾ കാണിച്ചു പോകും. നെക്സ്റ്റ് റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ GSTR 3B ആണ്. 3B ഞാൻ നേരത്തെ പറഞ്ഞു ഒരു സ്മോൾ സമ്മറി ഓഫ് റിട്ടേൺ ആണ്. അപ്പോൾ 1 ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3B നമ്മൾ ഫയൽ ചെയ്യണം. ഓട്ടോമാറ്റിക്കലി 1ഉം 3Bയും നമ്മൾ ഫയൽ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഈ 3B ഫയൽ ചെയ്യുമ്പോൾ 3Bയിലാണ് നമ്മൾ ഇൻപുട്ടിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കാണിക്കുക. നമ്മൾ ആരുടെ നിന്നൊക്കെ പർച്ചേസ് ചെയ്തു, അതിൻ്റെ ടാക്സ് എത്ര നമുക്ക് ഇൻപുട്ട് എടുക്കാൻ പറ്റും, അതായത് നമുക്ക് അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. അതിൽ നമ്മൾ രജിസ്റ്റേർഡ് ഡീലേഴ്സ് ആണെങ്കിൽ അവരുടെ GST നമ്പറും കൊടുക്കേണ്ടി വരും. അതായത് ഞാനിപ്പം രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഡീലറിൻ്റെ സിമെൻറ്റ് ഡീലേഴ്സിൻ്റെ അടുത്ത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ സിമെൻറ്റ് ഡീലറിൻ്റെ GST നമ്പർ ഞാൻ 3Bയിൽ എൻ്റെ 3Bയിൽ ഞാൻ കൊടുക്കുക. അൺരജിസ്റ്റേർഡ് ഡീലറാണെങ്കിൽ അത് വേറെ ഉണ്ട്, അൺരജിസ്റ്റേർഡ് ഡീലറായിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ സിമെൻറ്റ് വാങ്ങുന്നത് അൺരജിസ്റ്റേർഡ് ഡീലറിൻ്റെ അടുത്താണെങ്കിൽ
ഞാൻ അൺരജിസ്റ്റർഡ് ഡീലറാണ്. പക്ഷേ 80% ഓഫ് ദ സിമെൻറ്റ് കോൺട്രാക്ടിൻ്റെ കേസിൽ 80% ഞാൻ രജിസ്റ്റർഡ് ഡീലറിൽ നിന്ന് വാങ്ങിച്ചാലേ എനിക്ക് ഇൻപുട്ട് എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഇൻപുട്ട് എടുക്കാൻ പറ്റില്ല. സോ ആ GST നമ്പർ അതിനകത്ത് കാണിക്കുക, അവരുടെ പർച്ചേസ് ഇൻവോയ്സ് നമ്പർ, എന്താണ് സാധനം വാങ്ങിച്ച്, ഈ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കാണിക്കേണ്ടി വരും. GSTR 3Bയിൽ നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ GSTR 3Bക്ക് നമ്മളൊരു ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അതായത് 5 കോടിക്ക് മേലെ ടേൺ ഓവറുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് എല്ലാ മാസവും ഈ മാസത്തെ റിട്ടേൺ അടുത്ത മാസം 20-ാം തീയതിക്ക് മുമ്പ് നമ്മൾ ഫയൽ ചെയ്തിട്ടുണ്ടാവണം. 5 കോടി വരെയും ഉള്ള മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അതും എനിക്ക് 20-ാം തീയതിക്ക് മുമ്പ് ഫയൽ ചെയ്തിട്ടുണ്ടാവും. സോ 5 കോടി എന്ന ടേൺ ഓവർ മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അതായത് മന്ത്ലി റിട്ടേണിൻ്റെ സ്കീമിൽ ഞാൻ എടുത്ത ഒരു വ്യക്തിയാണെങ്കിൽ, QRMP സ്കീമിൽ അല്ലെങ്കിൽ ഞാൻ ഈ മാസത്തെ റിട്ടേൺ അടുത്ത മാസം 20-ാം തീയതിക്ക് മുമ്പ് ഫയൽ ചെയ്തിട്ടുണ്ടാവണം. ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ അത് പെനാൽറ്റി ഉണ്ട്. അത് ഒരു ദിവസത്തേക്ക് 100 രൂപ എന്നാണ് പെനാൽറ്റി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ചുരുക്കിയിട്ട് നിൽ റിട്ടേൺ ആണെങ്കിൽ 20 രൂപ, ഒരു ദിവസത്തേക്ക് 20 രൂപയും, നിൽ റിട്ടേൺ അല്ലെങ്കിൽ അതായത് ടേൺ ഓവർ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു ദിവസത്തേക്ക് 50 രൂപയുമാണ് വരുന്നത്. കൂടാതെ എനിക്ക് ഇൻട്രസ്റ്റ് വരാം, പിന്നെ നോട്ടീസുകളും വരാം. 5 കോടി വരെ ടേൺ ഓവറിൽ 5 കോടി വരെ നമുക്ക് QRMP സ്കീമിൽ എടുക്കാൻ പറ്റുള്ളൂ, അതായത് ക്വാർട്ടർലി റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. 5 കോടി വരെ റിട്ടേൺസ് ഉള്ള അനക്സ്റ്റർ A പ്രകാരം വരുന്ന സ്റ്റേറ്റ്സ് ആണെങ്കിൽ എനിക്ക് 22-ാം തീയതി വരെ റിട്ടേൺ ഫയൽ ചെയ്യാം. 5 കോടി വരെ ടേൺ ഓവർ ഉള്ള വ്യക്തി അനക്സ്റ്റർ A പ്രകാരമുള്ള സ്റ്റേറ്റ് ആണെങ്കിൽ 22-ാം തീയതി വരെ എനിക്ക് GSTR 3B ഫയൽ ചെയ്യാം. അതായത് ഈ മാസത്തെ റിട്ടേൺ അടുത്ത മാസം 22-ാം തീയതിക്കുള്ളിൽ ഫയൽ ചെയ്തത്. മാർച്ച് മാസത്തെ റിട്ടേൺ ഏപ്രിൽ 22-ാം തീയതിക്ക് മുമ്പ് ഏപ്രിൽ 2026 ഏപ്രിൽ 22 മുമ്പ് ഫയൽ ചെയ്തിട്ടാൽ മതി. സോ വാട്ട് ഈസ് അനക്സ്റ്റർ A സ്റ്റേറ്റ്സ്? അനക്സ്റ്റർ A സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ ബിഗ് സ്റ്റേറ്റ്സ് ആണ്. അതായത് ഇപ്പോൾ ഡൽഹി, തമിഴ്നാട്, കർണാടക, അങ്ങനത്തെ വലിയ സ്റ്റേറ്റ്സ്, പഞ്ചാബ്, ചണ്ഡീഗഡ്, അങ്ങനത്തെ സ്റ്റേറ്റ്സിനൊക്കെയാണ് അനക്സ്റ്റർ A വരുന്നത്. അവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ അവിടെ രജിസ്റ്റർ ചെയ്ത ഡീലേഴ്സ് 22-ാം തീയതി ഫയൽ ചെയ്തിട്ടുണ്ടാവും. അടുത്തത് 5 കോടിക്ക് താഴെ ടേൺ ഓവർ വരുന്നവർ, പക്ഷേ QRMP സ്കീമിലുള്ളവരും അനക്സ്റ്റർ B പ്രകാരമുള്ള സ്റ്റേറ്റിലുള്ളവർ ആണെങ്കിൽ 24 വരെ സമയമുണ്ട്. അതായത് അനക്സ്റ്റർ B പ്രകാരമുള്ള സ്റ്റേറ്റിലുള്ളവർ രജിസ്റ്റർ ചെയ്ത ആൾക്കാരാണെങ്കിൽ QRMP സ്കീമിലാണ് ഞാൻ ഫയൽ ചെയ്യുന്നതെങ്കിൽ എനിക്ക് GSTR 3B നെക്സ്റ്റ് മന്ത് 24th വരെ ഡ്യൂ ഡേറ്റ് ഉണ്ട്. അതായത് ഈ മാസത്തെ റിട്ടേൺ എനിക്ക് ഏപ്രിൽ 24 വരെ, മാർച്ച് മാസത്തെ റിട്ടേൺ ഏപ്രിൽ 24, 2026 ഏപ്രിൽ 24 വരെ ഫയൽ ചെയ്യാനുള്ള ഒരു പ്രക്രിയ നമുക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. അനക്സ്റ്റർ B സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ സ്റ്റേറ്റ്സ്, അതായത് ഇപ്പം കേരളം, ആന്ധ്ര, അങ്ങനത്തെ ചെറിയ, ഇപ്പോൾ ആന്ധ്രയെ കൺസിഡർ ചെയ്യുമ്പോൾ ആന്ധ്ര തെലുങ്കാന ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് ആന്ധ്ര ചെറിയ സ്റ്റേറ്റ് ആവുന്നത്. മിസോറാം, അങ്ങനത്തെ സ്റ്റേറ്റ്സൊക്കെ ചെറിയ സ്റ്റേറ്റ്സൊക്കെയാണ് നമ്മൾ അനക്സ്റ്റർ B സ്റ്റേറ്റ്സിൽ വരുന്നത്. അപ്പോൾ അവർക്ക് 24-ാം തീയതി വരെ, QRMP സ്കീമിലാണെങ്കിൽ 24-ാം തീയതി വരെ ഫയൽ ചെയ്യാം. ഡ്യൂ ഡേറ്റ് മുമ്പ് ഫയൽ ചെയ്തില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ദിവസത്തേക്ക് 20 രൂപ പെനാൽറ്റിയും, മറ്റേത് നിൽ റിട്ടേൺ ആണെങ്കിൽ ഒരു 20 ദിവസത്തെ പെനാൽറ്റിയും, അതിന് കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ ടേൺ ഓവർ ഉണ്ടെങ്കിൽ ആ ഒരു ദിവസത്തേക്ക് 50 രൂപ വെച്ച് പെനാൽറ്റിയും, പിന്നെ അതിനകത്ത് ഇൻട്രസ്റ്റും വരും, നോട്ടീസസും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഫയൽ ചെയ്ത് പോകും. എൻ്റെ ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോകൾക്കായി ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. വൺസ് അഗൈൻ താങ്ക് യു രതീഷ്.